ഒരുപാട് പേരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സർജറി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് 7 വയസ്സായ ഒരു മകനും കൂടിയുണ്ട്. അത് ഡോക്ടർമാർ പറയുന്നത് 40 മുതൽ 50 ലക്ഷം വരെ ചിലവാകുമെന്നാണ് പറയുന്നത്. അത് പാങ്ക്രിയാസും 2 കിഡ്നിയും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ പാങ്ക്രിയാസും കിഡ്നിയും കൂടെ ഒരുമിച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ ഗൾഫിലൊക്കെയുള്ള ഈ പറയുന്ന ഒരു കേസിൽപ്പെട്ട ആൾക്കാർക്ക് 30 കോടിയും 35 കോടിയൊക്കെ പിരിച്ചു കൊടുത്ത ആൾക്കാരൊക്കെ നമ്മളെ കൂടെയുണ്ട്. ഈ ചേട്ടന് വേണ്ടത് ഒരു 50 ലക്ഷം രൂപ അടുപ്പിച്ചാണ് വേണ്ടത്. നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാലോ, നമ്മൾ എത്രയോ പേര് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് എത്രയോ പേരെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ പ്രിയപ്പെട്ട സഹായിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. നമസ്കാരം. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞത് കളമച്ചിലാണ് സ്ഥലം അല്ലേ? ഷിനുചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഷിനുചേട്ടന് 20 വയസ്സിൽ ഷുഗർ വന്നതാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ എത്തിയാണ്. കാരണം ഇപ്പോൾ പാൻക്രിയാസും കിഡ്നിയൊക്കെ പോയിട്ട് ചേച്ചിയുണ്ട്, 7 വയസ്സുള്ള മകനുണ്ടല്ലേ, അവരൊക്കെ ഉണ്ട്. അവർക്കൊന്നും എന്ത് ചെയ്യണമെന്നറിയില്ല. എങ്ങനെ ഇത്രയും കാശ് വേണം, ഇതൊക്കെ ഒന്ന് മാറ്റി എന്തെങ്കിലും ജീവിതം തിരിച്ചു വരാൻ വേണ്ടി ഇത്രയും കാശ് വേണം. അത് അമ്മയും അവർ തന്നെ പറയും. അത് അവിടെ തന്നെ ചോദിക്കും, അവർ തന്നെ പറയട്ടെ. അപ്പം നിങ്ങൾ 20 വയസ്സിൽ ഷുഗർ വന്നു? എനിക്ക് 20 വയസ്സിലാണ് അറിയുന്നത്. അപ്പോൾ ടൈപ്പ് 1 ആണ് കണ്ടുപിടിക്കുമ്പോഴേ ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ 20 വയസ്സിന് മുമ്പേ ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ എനിക്ക് 34 വയസ്സായി. അപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷം ഞാൻ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഇങ്ങനെ ഗൾഫിൽ വെച്ച് സുഖമില്ലാണ്ട് ഗൾഫിൽ വെച്ച് ഷുഗർ കൂടിയിട്ട് അവിടെ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റായാണ് ഞാൻ നാട്ടിലെത്തുന്നത്. ആ 2.5 വർഷം കൊണ്ട് ഞാൻ നാട്ടിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഈ ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണിന് പ്രോബ്ലം വന്ന് കണ്ണിനകത്ത് ബ്ലീഡിങ് ആയി അതിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് കാഴ്ചക്കുറവുണ്ട്. കണ്ണിൻ്റെ 2 കണ്ണിലും ബ്ലീഡിങ്. ഡയാലിസിസ് ചെയ്തതിൻ്റെ പൈപ്പ് ഇട്ടിരുന്നതാണ്. 2 സൈഡിലും ഇട്ടിരുന്നു, 2 സൈഡിലും ഇവിടെയും ഇട്ടിരുന്നു. ഇപ്പോൾ കയ്യിലോട്ട് മാറ്റി. ഇപ്പോൾ നമ്മളെ മെഡിക്കൽ കോളേജിലൊന്നും ഇത് ചെയ്യുന്നില്ല. ഞാൻ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജിലാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് പുറത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. കേരളത്തിൽ തന്നെ ഇപ്പോൾ കിംസിലാണ് ട്രീറ്റ്മെൻറ്റ് നോക്കുന്നത്. കിംസിൽ മാത്രമേ തിരുവനന്തപുരം ജില്ലയിൽ ചെയ്യുന്നുള്ളൂ. ഈ പറയുന്ന ഒരു ഭേദമാക്കാനായിട്ട് എത്ര കാശ് വേണ്ടി വരുന്നുണ്ട് അറിയാമോ? അത് ഡോക്ടർമാർ പറയുന്നത് 40 മുതൽ 50 ലക്ഷം വരെ ചിലവാകുമെന്നാണ് പറയുന്നത്. അത് പാങ്ക്രിയാസും 2 കിഡ്നിയും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ പാങ്ക്രിയാസും കിഡ്നിയും കൂടെ ഒരുമിച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞത്. 2 ഓപ്പറേഷനായിട്ടല്ല, ഒരുമിച്ച് തന്നെ 40 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റൽ. എനിക്ക് സങ്കടം വേറൊന്നുമല്ല. ഒരു കൊച്ചു നമ്മളെ ചേട്ടൻ്റെ വൈഫാണ്. ഞാനിത് കേട്ടപ്പോൾ കരഞ്ഞുപോയി. ചേച്ചി, ഇത് മകൻ്റെ പ്രായം എത്ര? 7 വയസ്സാവും. 7 വയസ്സല്ലേ ചേച്ചി? ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പം ഡോക്ടർ പറയണതെന്ന് വെച്ചാൽ സർജറിയാണ്. കിഡ്നിയും പാങ്ക്രിയാസും കൂടെ മാറ്റാൻ നല്ലൊരു എമൗണ്ട് ആവും. അത്രയും ഒരു പൈസ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പം മറ്റുള്ളവരും കൂടെ സഹായിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ല, ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ ഒരു വഴി പോലും ഇല്ല. ഞാനത് കുറേ നടന്നിട്ടാണ് ഈ വീട്ടിലേക്ക് ഞാൻ വന്നത്. അമ്മയുണ്ട്. അമ്മ എത്ര മക്കളുണ്ട്? എനിക്ക് 3 മക്കളാണ്. രണ്ടാമത്തെ ആളാണ് ഷിനു, മൂത്ത ഷിലു, ഇളയത് ശില്പ. ഒരു മോളാണ്. 20 വയസ്സിലാണ് ഇവന് ക്ഷീണമൊക്കെ തുടങ്ങി. നമ്മൾ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ 500-ന് മുകളിൽ ഷുഗർ ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇൻസുലിൻ മാത്രം എടുത്താൽ മതിയെന്നാണ് പറഞ്ഞത്. ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന് അങ്ങനെ ഇവിടെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നിട്ടാണ് പിന്നെ ഗൾഫിൽ പോണത്. ഗൾഫിൽ പോയാൽ അവിടെ ചെന്നിട്ട് വീണ്ടും അവനവിടെ വെച്ച് പനിയൊക്കെ വന്ന് ഷുഗർ വല്ലാണ്ടങ്ങ് കൂടി. അപ്പോഴാണ് അവിടെ കമ്പനി പറഞ്ഞ് നിങ്ങൾ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോയപ്പോഴാണ് കാലിൻ്റെ 3 വിരൽ അടിഭാഗം വെച്ച് പൊട്ടി. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച്, വലിയ ഹോസ്പിറ്റലിലൊക്കെ തന്നെ അന്നൊക്കെ കാണിച്ച് അപ്പോഴും ഇതൊന്നും സ്റ്റീലൊന്നും ഇടാൻ പറ്റില്ല, ഷുഗർ ഉള്ളത് കൊണ്ട് സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഇനി ഇങ്ങനെ ഇരിക്കുള്ളൂ. കാല് കംപ്ലീറ്റ് നീരായി. പിന്നെ ട്രീറ്റ്മെൻറ്റിലൂടെ കാലൊക്കെ അങ്ങ് കുറച്ച് മാറി വന്നു. ഇപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പോവാനും പറ്റിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അച്ഛനാണോ? അച്ഛന്. അച്ഛാ, എന്താ പറയാ, ഇതിപ്പോ നിങ്ങളിപ്പോ ഓട്ടോ ഓടിക്കണല്ലേ? ഞാൻ ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോ ഓടിച്ചിട്ട് ഇവിടെ വന്നാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. ഓട്ടോയ്ക്ക് വലിയ ഓട്ടങ്ങളൊന്നുമില്ല, വളരെ ചെറിയ. ആകെ മൊത്തം ബുദ്ധിമുട്ടിലാണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലി എങ്ങനെയാണ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത് എല്ലാവർക്കും അറിയാം. ഒരു കുടുംബത്തിൽ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ നിന്നെല്ലാം പോകും. അമ്മാമ്മയല്ലേ? അവളമ്മ അമ്മയാണല്ലേ? എൻ്റെ മോളാണ് ആയിരിക്കുന്നത്. എൻ്റെ ചെറുകുട്ടിക്ക് മോൻ്റെ അസുഖമൊക്കെ അറിയോ? ഞാൻ അറിഞ്ഞുകൊണ്ട് ഇപ്പം ഈ വയ്യാത്തതുകൊണ്ട് പിന്നെ അവള് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമായിരുന്നു, ശ്രമിച്ചെന്നും പറഞ്ഞാൽ ഇപ്പം അതില്ല. ആ ജോലിയൊക്കെ നിർത്തിയേച്ച് അങ്ങനെ പൊച്ചോണ്ടിരുന്നവരെ ഞാൻ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വേവിച്ചൊക്കെ ഈ കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കണം. അങ്ങനെ കഴിഞ്ഞുകൂടി ഇപ്പം ഞാൻ വയസ്സായി. ചേട്ടാ ആരാണ്? അദ്ദേഹത്തിൻ്റെ അസുഖം സ്കൂൾ കൂട്ടായ്മ അവരാണ് എന്നെ വിളിച്ചത്, എന്നെ ഞാൻ വന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. അല്ല ഇല്ല, ഇപ്പോൾ ഇതിപ്പോൾ കടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഒരു ദിവസം വന്ന് നോക്കി. അപ്പോൾ കാല് 1-2 പ്രാവശ്യം ഞാനും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം കാല് പൊട്ടി അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് പിന്നെ ഇപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ കാല് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടും. അപ്പോൾ ഇതിൻ്റെ ഷുഗർ കൂടിക്കൊണ്ടേയിരിക്കുന്നത്, നിയന്ത്രിക്കാൻ പറ്റില്ല. കിഡ്നി കംപ്ലൈൻ്റ് ആയപ്പോഴാണ് ഷുഗർ ഇതായത്. പിന്നെ അതിന് ശേഷമാണ് പാൻക്രിയാസിലൂടെ പോയി. നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ടോ? അക്കൗണ്ട് നമ്പറും പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ് കണ്ടുകൊണ്ട് ഞാൻ വന്നത്. പിന്നെ സ്കൂൾ കൂട്ടായ്മ ആൾക്കാരെന്നെ വിളിച്ചായിരുന്നു. അക്കൗണ്ട് നമ്പർ നേരത്തെ ഒന്നും അവന് അക്കൗണ്ട് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് അക്കൗണ്ട് ഇതിന് വേണ്ടി തുടങ്ങിയതാണ്. അടുത്തതല്ലേ? അപ്പൊ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഞാൻ കൊടുക്കട്ടെ? നമ്മളെ വാർത്തയുടെ കൂടെ ഞാൻ കൊടുക്കട്ടെ? എൻ്റെ ഗൂഗിൾ പേ നമ്പർ 9074476154. 9074476154. ഇതാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ. എടുക്കും. ഞാനിപ്പോൾ എനിക്ക് പറയാനുള്ള വേറെ ഒന്നും കൊണ്ടല്ല, കാരണം നമ്മുടെ ആഴ്ചയിൽ 2 ഡയാലിസിസ് ഉണ്ട്. അതിന് പോകുമ്പോഴേ ഫോൺ എടുക്കാൻ പറ്റും. ഇപ്പോഴും ഫ്രീ ആയി. ആദ്യം നമ്മൾ പൈസ ഫ്രീ ആയി. ആഴ്ചയിൽ 2 സ്ഥലത്തല്ല, 4 സ്ഥലത്ത് പോകണം. വലിയ ആശുപത്രിയിലും പോകണം, കിംസിലും പോകണം, പിന്നെ മെഡിക്കൽ കോളേജിലും പോകണം. ആശുപത്രിയിൽ പോകണം. കണ്ണിൽ നല്ല ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ അത് ബ്ലീഡിങ് എടുക്കണം. BP കണ്ണിൽ ബാധിച്ചതാണ്. ഷുഗറിൻ്റെ ഭാഗമായിട്ട് BP കണ്ണിലെ ബാധിച്ചതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് ഒരു കണ്ണിൽ ഫുള്ള് ബ്ലീഡിങ് ആയി, ഒരു കണ്ണിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്നും പറഞ്ഞേക്കാണ് ഡോക്ടർ. എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല, കാരണം നമ്മൾ ഈ ഗൾഫിലൊക്കെ ഉള്ള ഈ പറയുന്ന ഒരു കേസിൽപ്പെട്ട ആൾക്കാർക്ക് 30 കോടിയും 35 കോടിയൊക്കെ പിരിച്ചു കൊടുത്ത ആൾക്കാരൊക്കെ നമ്മളെ കൂടെയുണ്ട്. ഈ ചേട്ടന് വേണ്ടത് ഒരു 50 ലക്ഷം രൂപ അടുപ്പിച്ചാണ് വേണ്ടത്. ഇത്രയും സംഭവങ്ങളുണ്ട്. പാൻക്രിയാസ് പോയി, കിഡ്നി പോയി. അദ്ദേഹത്തിന് ഞാൻ വന്ന ആ സമയത്ത് എന്നെ ചോദിച്ചേട്ടാ കള്ള് കുടിക്കണമെന്ന് ചോദിച്ചില്ലേ? കള്ള് കുടിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ 20 വയസ്സിൽ വന്ന അസുഖമാണ്, അല്ലാതെ കള്ള് പിടിച്ച് വന്ന അസുഖമൊന്നുമല്ല. ചെറുപ്പക്കാരനാണ്, 34 വയസ്സേ ഉള്ളു. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാലോ, നമ്മൾ എത്രയും പേര് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എത്രയും പേരെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ സഹായിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. വന്ന് കഴിവുള്ളവർക്ക് സഹായിക്കുക. കൊച്ചു കുട്ടി 7 വയസ്സല്ലേ? 7 വയസ്സല്ലേ? കഴിയുന്നവരൊക്കെ സഹായിക്കുക. നമുക്ക് അത്രയല്ലേ പറയാൻ പറ്റൂ. നമ്മൾ ഒരു കാര്യം കണ്ട് നമ്മളതിൻ്റെ ജെന്യൂനിറ്റി അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ വാർത്ത ചെയ്യുന്നത്. അത് വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഈ വരുന്ന വഴി പോലുമില്ല. ഞങ്ങളവിടെ നിന്ന് ഒരുപാട് നടന്നാണ് വരുന്നത്. അപ്പോൾ അത്രയും ഒരു വീടിനകത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്തെല്ലാം അല്ല, അങ്ങനെ ഒരു വഴി പോലും ഇല്ലാത്തൊരു വീടല്ലേ? ഒരു വഴി പോലും
ഇവിടെ വണ്ടി വിളിച്ച് എന്ന് എടുത്തുകൊണ്ട് പോയിണ്ടെന്ന്. എടുത്തുകൊണ്ട് പോകണ്ടെന്ന് ഒരു ദിവസം ബോധമില്ലാതെ ആയിപ്പോയി. അപ്പം 108 വിളിച്ചിട്ട് പിന്നെ സ്ട്രെച്ചറിൽ എല്ലാവരും കൂടെ എടുത്താണ് കൊണ്ടുപോകുന്നത്. പിന്നെ കാല് വയ്യാതെയൊക്കെ കിടന്നപ്പോഴൊക്കെ ഒരുപാട് നമ്മൾ വീൽ ചെയറിൽ ഉരുട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് വഴി ഇല്ലാത്തത് കൊണ്ട് കൊണ്ടുപോകുന്നത്. കഴിയുന്നവർ സഹായിക്കുക. വിസ്മയാചാരണം എന്തായാലും പുള്ളിയുടെ കൂടെയുണ്ട്. കഴിയുന്നവർ സഹായിക്കുക. നമ്മൾ പുള്ളിയുടെ കൂടെയുണ്ട്. നമ്മൾ പറ്റുന്ന ഹെൽപ്പ് നമ്മളും ചെയ്ത് കൊടുക്കും. വിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത്ത് മാലാർ സൈനിങ് ഓഫ്.